പടയോട് ഞാനെന്ത് സമാനം പറയും? മാനേജറാണ്. ആ എന്തായി അൽത്താഫെ കാര്യങ്ങള്? എന്തെങ്കിലും ചില്ലറ തടഞ്ഞോട്ടെ എന്ന് കരുതിയാ ഇത് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. അബദ്ധം കാണിച്ച് ഡീലങ്ങാൻ നടക്കാതെ പോയാ ചെട്ടിയാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. അല്ല സാറ്, വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ ഉമ്മാണ്. അവനോട് ഫോണിൽ തൊണ്ടിരുന്നാ മതി. സ്കെച്ച് ചെയ്യണേ എങ്ങനെ എന്നെ പഠിപ്പിക്കാറായിട്ടില്ല. പന്നി മനുഷ്യനിവിടെ നേരവണ്ണം കക്കൂസയിലും പോയിട്ടില്ല, ഭക്ഷണം കഴിച്ചില്ല. ഇക്ക നിങ്ങൾക്ക് ഇന്നൊരു ലോട്ടറി എടുക്കായിരുന്നില്ലേക്ക? അല്ല നല്ല ടൈമാണല്ലോ അക്ക. ഇറുക്കന്മാരെ നിക്കണുണ്ടല്ലോടാ. പണി കിട്ടുമോക്കാ? നീ അങ്ങാട് ചവിട്ടി വിട്ടോ. നിർത്തണ്ട, ബ്രേക്കില്ലാന്ന് വല്ലതും പറയാം. പിടിച്ചിരുന്നോട്ടാ. ആ ബ്രേക്കില്ല സാറേ, ബ്രേക്കില്ല. എല്ലാം കയ്യിൽ നിന്ന് പോവുള്ളൂക്ക. ഒത്താലൊത്തു അനി, ഞാനൊരു കളി കളിക്കാൻ പോകണ്ടോ, കൂടെ വന്നേക്കണം. സാർ നമസ്കാരം. അവിടെ വെച്ച് ഇവനെ ബ്രേക്ക് കിട്ടിയില്ലായിരുന്നു. ഇത്ര തിരക്കിട്ട് എങ്ങോട്ടാ? ഞങ്ങനെ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങ. എന്തിനാ സാറേ? ഇങ്ങോട്ട് ഇറങ്ങടാ. വിളിച്ചല്ലേ ചെല്ലു. മാഡത്തെ വിളിച്ച് പറഞ്ഞേക്ക് ഇവരോട് ബ്ലോക്ക് ചെയ്തു. ഓക്കെ സർ. മാഡം, എനിക്കൊരു അവസരം കൂടെ തന്നൂടെ പ്ലീസ്? നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഞാനൊരു ഭാര്യയും കുഞ്ഞിനെയും സേഫ് ആക്കിയിട്ട് എത്രയും നിർത്തണോ? താൻ തന്നെ സേഫ് അല്ല. അപ്പോഴാ ഹലോ സാർ. കൺഗ്രാറ്റുലേഷൻസ് താര. ഞാൻ ഇമ്രാനെ വിളിച്ചിരുന്നു. അയാൾ പറഞ്ഞു താരയുടെ പ്ലാനിങ്ങിനെ കുറിച്ച്. എന്തായാലും താരയുടെ ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആയിരുന്നല്ലോ. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും യു സ്റ്റിക്ക് ഓൺ യുവർ ഡിസിഷൻ. അതങ്ങനെ തന്നെ വേണം. നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. പിന്നെ ഞാനന്ന് എതിർത്തത് ഒരു അനിയത്തിയെ അപകടത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഒരു സഹോദരനുണ്ടാവുന്ന വിഷമം. അങ്ങനെ കരുതിയാൽ മതി. ഹലോ ഹലോ I'll call you back. Sir. എടിയേ, ആ ടിവിയുടെ ഓളി ഒന്ന് കുറച്ചേ. മാഡത്തിനെ കുറെ ട്രൈ ചെയ്യുന്നു. Why? What happened? മാഡം, അത് നമ്മൾ വിചാരിച്ച പോലെ അവരെ തടയാൻ പറ്റിയില്ല. അവര് 3 പേരും മാത്രമായിരുന്നില്ല, പിറകെ വേറെ കുറെ ആൾക്കാരുണ്ട്. യൂസ്ലെസ്. ഈ ഡീറ്റെയിൽസ് പറയാനാണോ താൻ നാണമില്ലാതെ ഇങ്ങോട്ട് ഓടി വന്നത്? മാഡം പറയുന്ന കേട്ടതൊന്നും ഞാനാണ് അവരെ രക്ഷപ്പെടുത്തിയതെന്ന്. കൂടുതൽ ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. അത് വേണ്ടെന്ന് വെച്ചത് മാഡം തന്നെയല്ലേ? പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടോ. മാഡം, കൂടെയുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിച്ചെന്ന് മാഡം അന്വേഷിച്ചില്ല. പരമാവധി പിടിച്ചു നിൽക്കാൻ ഞങ്ങളും ആവുന്നത് നോക്കി. എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെന്ന് വിചാരിച്ചപ്പം മാഡം, ഇനി വേറെ വഴിയില്ല. എന്തായാലും അവർ ബാഗ് അന്വേഷിച്ചു വരും. അവർ ബാഗ് കൊണ്ടുപോയാൽ പിന്നെ മാഡം ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും. അതുകൊണ്ട് ബാഗ് ഞാൻ എടുത്തോളാം. മാഡം ഡോക്ടറായിട്ട് രക്ഷപ്പെട്ടോ?